ഇതെന്താ കൂത്ത്? ഹേയ്, ഇതെന്ത് കൂത്ത്? ക്രിസ്മസ് ആയിട്ടെന്താ നിങ്ങൾ ഇങ്ങനെ കണ്ണും ചിമ്മി നിൽക്കണത്? ഹേയ്, അപ്പോ അറിഞ്ഞില്ലേ ചാക്യാരെ, എങ്ങും താരങ്ങളല്ലേ താരങ്ങൾ. ആ ദൃശ്യം ഒന്നങ്ങനെ കണ്ടു നിൽക്കായിരുന്നു എന്റെ ചാക്യാരെ. ദൃശ്യോ? അതെ, ദൃശ്യം. എല്ലായിടത്തും ഇപ്പൊ ദൃശ്യങ്ങളാണല്ലോ. അങ്ങ് വടക്ക് ആരെയാണോ പുറത്താക്കിയത്, അവരുടെ പിന്തുണയോടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ചൂലെടുക്കുകയും വാളെടുക്കുകയും ചെയ്യുന്നവരുടെ ദൃശ്യം ഒരു വശത്ത്, മന്ത്രിസഭയിൽ നിന്ന് സംഘടനാ രംഗത്തേക്ക് സജീവമാകാൻ രാജിവെച്ചിറങ്ങി വരുന്ന ചില കേന്ദ്രമന്ത്രിമാരുടെ ദൃശ്യം മറുവശത്ത്. അവിടം ഒരുവിധം സ്വർഗാക്കി. ഇനി സംഘടനയും ഒരു വഴിക്കാക്കണോ എന്നതേ ഇവിടെ ഒരുത്തൻ ചോദിക്കല്ലേ. ദേ അവിടെ ഗുജറാത്തിലെ മാനം തൊടാൻ കയ്യുയർത്തി നിൽക്കുന്ന ഒരു ഉരുക്ക് മനുഷ്യന്റെ പ്രതിമയുടെ ദൃശ്യം. അതിനു വേണ്ടിയുള്ള കൂട്ടയോട്ടത്തില് ടീഷർട്ട് ഉയർത്തിപ്പിടിച്ചു നിന്നതിന്റെ പേരിൽ കല്ലേറി കിട്ടിയതിനു ശേഷം സകലമാന നേതാക്കളെയും ഓടിച്ചിട്ട് തല്ലുന്നതിനായി ചാണകത്തില് മുക്കിയ ചൂലും പിടിച്ച് പിന്നാലെ ഓടുന്ന ഒരു ചീഫ് വിഴുപ്പിന്റെ ഒരു മങ്ങിയ ദൃശ്യം. അതിനുശേഷം മകന്റെ കമ്പനിയെ കുറിച്ച് വാചാലനാകേണ്ടി വന്ന ഒരച്ഛന്റെ കരളലിയിക്കുന്ന ഒരുതരം ആഭ്യന്തര ദൃശ്യം കഴിഞ്ഞില്ല. ഒരു വശത്ത് സമ്പന്നതയുടെ റെയ്ഡിന്റെ 7 സുന്ദര നക്ഷത്രങ്ങളുടെ ദൃശ്യം, മറുവശത്ത് കുളമ്പ് രോഗം കൊണ്ട് പട്ടിണിയിലായ ക്ഷീര കർഷകരുടെ കണ്ണീരിൽ കുതിർന്ന പുൽക്കൂടിന്റെ ദൃശ്യം. പടിയടച്ച് പിണ്ടം വെച്ച വൃദ്ധസദനത്തിലെ നടതള്ളിയ ഏതെങ്കിലും ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ഇങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടെങ്കില് ഒരു ചെറിയ കേക്കിന്റെ കഷ്ണം എടുത്ത് കൊടുക്കുമ്പോ വെറും വാക്കായിട്ടെങ്കിലും പറയാൻ മടിക്കണ്ടാട്ടോ ഈ വർഷം എന്താ ഹാപ്പി ക്രിസ്മസ് എന്ന്. ഹേയ്, ഇതെന്ത് കൂത്ത്?